ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ ബാക്കി വന്നിട്ടുള്ള ചില ചെറിയ ടോപ്പിക്കുകൾ അതോടൊപ്പം അതിൻ്റെ എക്സസൈസും കൂടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യമായിട്ട് കണ്ടെത്തിയ ആൾ വില്യം ഹാർവി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിസിഷ്യനാണ്. ഏകദേശം 1578 1657 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളാണ്. ഇയാളാണ് ബ്ലഡിൻ്റെ സർക്കുലേഷൻ കണ്ടെത്തുന്നത്. പക്ഷെ ആ കാലത്ത് ബ്ലഡിൻ്റെ സർക്കുലേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ബ്ലഡിൻ്റെ ഓസിലേഷനാണ് അവർ കണക്കാക്കിയിരുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ ബ്ലഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ ശരീരത്തിലൂടെ എന്നാണ്. അതേസമയം ശരിക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇയാൾ സർക്കുലേറ്റ് ചെയ്യാമെന്ന് ആദ്യമായി കണ്ടെത്തുന്നത് വില്യം ഹാർവിയാണ്. അപ്പോൾ പലരും ഇയാളെ കളിയാക്കി, ഇയാളെ സർക്കുലേറ്റർ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. സർക്കുലേറ്റർ എന്ന് വിളിച്ചിട്ടാണ് ഇയാളെ കളിയാക്കിയിരുന്നത്. അതോടൊപ്പം ഇയാൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇയാൾ ശരിക്കുള്ള ഡോക്ടറല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് കഴിവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കുറേ പേഷ്യൻസൊക്കെ ഇയാളെടുത്ത് ഒഴിവായിപ്പോയി. പക്ഷെ ഇയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. എന്തായാലും 1578 to 657 കാലയളവിൽ ജീവിച്ചിരുന്ന വില്യം ഹാർവി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിസിസിസ്റ്റാണ്, ഈ ഒരു ഇംഗ്ലീഷ് ഫിസിഷ്യനാണ് ഈ ഒരു സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, നമ്മളെ ശരീരത്തിൽ നിന്ന് കെമിക്കൽസ് റിമൂവ് ചെയ്യപ്പെടുന്നത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്. എത്രത്തോളം വെള്ളം അവൈലബിൾ ആണോ അതിനനുസരിച്ചാണ് ഈ കെമിക്കൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുക. അതേസമയം വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ പോലുള്ള ജീവജാലങ്ങൾ അവയുടെ സെൽ വേസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ബോഡി വേസ്റ്റുകൾ അവ റിമൂവ് ചെയ്യുന്നത് അമോണിയ ആയിട്ടാണ്. ഡയറക്റ്റായിട്ട് വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന രീതിയിൽ അമോണിയ ആയിട്ടാണത് റിമൂവ് ചെയ്യുന്നത്. നമ്മളെ കരയിൽ ജീവിക്കുന്ന ചില ജീവജാലങ്ങൾ, പക്ഷികൾ, പല്ലികൾ പോലുള്ള സാധനങ്ങൾ, പാമ്പൊക്കെ ഒരു സെമി സോളിഡ് വൈറ്റ് കളേർഡ് കോമ്പൗണ്ട് യൂറിക് ആസിഡ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. പല്ലിയുടെ കാഷ്ടങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷികളുടെ കാഷ്ടം ഒരു വെളുത്ത കളറുള്ള ഒരു സാധനം ഉണ്ടാവും. സെമി സോളിഡ് ആയിരിക്കും, സോളിഡും അല്ല ലിക്വിഡും അല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. അത് യൂറിക് ആസിഡ് എന്ന് പറയുന്ന രീതിയിലാണത് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിലുള്ള മേജറായിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിയ. അതുകൊണ്ടാണ് നമ്മൾ യൂറിൻ പാസ് ചെയ്യാന്ന് പറയുന്നത്. ഇതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറയാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു, ഏതെങ്കിലും കാരണവശാൽ ഒരാളുടെ കിഡ്നി ഫെയിലായി സങ്കല്പിക്കുക. കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിന്നാൽ എന്തെങ്കിലും പല കാരണങ്ങളുണ്ട്. എന്ത് ഇഞ്ചുറി കൊണ്ടാവാമില്ല, എന്താ ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ഓവർ യൂസ് മെഡിസിൻസ് അതേപോലുള്ള സാധനങ്ങൾ ഓവർ യൂസ് ചെയ്യുന്നുണ്ടോ, പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ അവിടെ അക്യുമുലേറ്റ് ചെയ്യും, കുമിഞ്ഞുകൂടും ബ്ലഡിൽ. അപ്പം നമ്മളിങ്ങനെ നീര് വെച്ച് തടിക്കാന്ന് പറയും. നമ്മളെ തടി ഇങ്ങനെ കിഡ്നി പൂർണ്ണമായി പ്രവർത്തനം നിന്നാൽ നമ്മുടെ ശരീരത്തിൽ നീര് കൂടും. ഓക്കെ, നമ്മളത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റാണ്. ഈ നമ്മളുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരാൾക്ക് നിലനിൽക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി, അതായത് ഡയാലിസിസ് എന്ന് വിളിക്കുന്ന പ്രോസസ്സിലൂടെയാണ് ബ്ലഡ് നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കൊടുക്കും. ഡയാലിസിസ് എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഡയാലിസിസ്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ കിഡ്നി നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ച് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണോ അത് നമ്മുടെ ശരീരത്തിന് പുറത്ത് വെച്ച് ചെയ്ത് കൊടുക്കും. അയാളുടെ ബ്ലഡ് പുറത്തേക്ക് എടുത്ത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ഉള്ളിലേക്ക് കയറ്റും. അത് ഒറ്റയടിക്ക് മുഴുവൻ ബ്ലഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഏകദേശം 4 മണിക്കൂറൊക്കെയാണ് ഹീമോ ഡയാലിസിസിൻ്റെ മിനിമം ടൈം എന്ന് പറയുന്നത്. 4 മണിക്കൂർ കൊണ്ടാണ് നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക. ഇനി അയാളുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട കിഡ്നിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ ചെയ്യാം. ഒരാൾക്ക് 2 കിഡ്നി ഉണ്ടാവും, ഒരു കിഡ്നി ഉണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാം. അപ്പോൾ 2 കിഡ്നി ഉള്ള ഒരാൾ ഒരു കിഡ്നി കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അയാളുടെ കിഡ്നി നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ സാറിന് ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിച്ച ആളുകളുടെയൊക്കെ കിഡ്നിയൊക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇനി പറയാനുള്ളത്. നമ്മൾ ആക്ടിവിറ്റി 11.3 അതിൽ എത്രയേ ഉള്ളൂ, നമ്മൾ പറഞ്ഞു
കണ്ടക്റ്റിംഗ് ടിഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യാം. അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യാം, തൊലിയൊന്നും കളയണ്ട, മുകൾ ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം, മുകളിൽ നിന്ന് താഴത്തേക്കൊരു ഹോള്. ഇതിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ചിത്രം നമ്മൾ കാണിക്കാൻ വേണ്ടി വെള്ളം ഉള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് വേണ്ട. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി വെള്ളം ഒഴിച്ച് അതിനുള്ളിൽ നിൽക്കണം, ആ രീതിയിൽ ഒരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ വെച്ചത് അടയാളം വെക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് പഞ്ചസാര വെള്ളം എടുക്കുക, ഷുഗർ സൊല്യൂഷൻ. ഇതിൽ ആ 2 ഉരുളക്കിഴങ്ങുകൾ എടുത്ത് 2നെയും ഓരോ ഗ്ലാസ്സിൽ ഇറക്കി വെക്കുക. ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര വെള്ളം ഒഴിക്കുക. ആ പഞ്ചസാര വെള്ളം ഒഴിച്ച ഗ്ലാസ്സിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ സാധാ വെള്ളം ഒഴിക്കുക. അടുത്ത പഞ്ചസാരയുടെ ഉള്ളിൽ ഷുഗർ സൊല്യൂഷൻ ഒഴിക്കുക. അതെടുത്ത ഗ്ലാസ്സിൽ സാധാ വെള്ളം ഒഴിക്കുക. അതായത് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ പഞ്ചസാര വെള്ളമാണെങ്കിൽ ഗ്ലാസ്സിൽ പച്ചവെള്ളം. ഓക്കെ, ഉള്ളിൽ പച്ചവെള്ളമാണെങ്കിൽ പുറത്ത് ഗ്ലാസ്സിൽ പഞ്ചസാര വെള്ളം. എന്നിട്ട് ഈ രണ്ടും നിരീക്ഷിച്ച് നോക്കുക. നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും പഞ്ചസാര വെള്ളം ഉള്ളിലും സാധാ വെള്ളം പുറത്തു ആവുന്ന ഉരുളക്കിഴങ്ങിൽ ഉള്ളിലുള്ള പഞ്ചസാര വെള്ളത്തിൻ്റെ അളവ് കൂടും, നേരെ തിരിച്ചാണെങ്കിൽ കുറയും. ഓസ്മോസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. വലിയ ക്ലാസ്സുകൾ നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ട്രാൻസ്പിരേഷനും ട്രാൻസ്ലൊക്കേഷനും ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എക്സസൈസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ്, മാച്ച് സ്ട്രക്ചേഴ്സ് ഗിവൺ ഇൻ കോളം 1. Stomata, xylem, root hairs, phloem. Absorption of water, transpiration, transport of food, transport of water, synthesis of carbohydrate. Stomata എന്താ ചെയ്യുന്നത്? ട്രാൻസ്പിരേഷൻ അല്ലേ. xylem, transport of water, root hairs, absorption of water, phloem, transport of food. Fill in the blanks. The blood from the heart is transported to all parts of the body by the contraction of the heart. Hemoglobin is present in RBC, red blood cells. Arteries and veins are joined by a network of capillaries. The rhythmic expansion and contraction of the heart is called heartbeat. The main excretory product in human beings is urea. Sweat contains water and salt. Kidneys eliminate the waste materials in the liquid form called urine. Water reaches great heights in the trace because of suction pull caused by transpiration. Correct option choose ചെയ്യാനാണ്. In plants, water is transported through xylem, phloem, stomata, root hair. Water absorption through roots can be increased by keeping the plants in the shade, in the dim light, under the fan, covered with polythene bag. Okay. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക? അത് ഡിം ലൈറ്റിൽ വെക്കുക അല്ലേ. കൂടുതൽ വെള്ളം എന്ത് ചെയ്യണം? ട്രാൻസ്പിരേഷൻ വഴി പുറത്തേക്ക് പോകണം. ഇനി ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് നെസസറി ഇൻ എ പ്ലാന്റ് ഓർ ഇൻ ആൻ ആനിമൽ? എക്സ്പ്ലെയിൻ. എന്തിനാണ് ട്രാൻസ്പോർട്ടേഷൻ? ഒക്കെ നിങ്ങൾ പഠിച്ചാണ്, നിങ്ങൾ എഴുതിക്കോളാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദർ ഇസ് നോ പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദി ബ്ലഡ്? ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. വാട്ട് ആർ ദി സ്റ്റൊമാറ്റ? എന്താണ് സ്റ്റൊമാറ്റ? അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. ഡസ് ട്രാൻസ്പിരേഷൻ സെർവ് എനി യൂസ്ഫുൾ ഫങ്ഷൻ ഇൻ ദി പ്ലാന്റ്സ്? ട്രാൻസ്പിരേഷന് എന്തെങ്കിലും ഉപകാരപ്രദമായ ഫങ്ഷൻ സസ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? വിശദീകരിക്കുക. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ബ്ലഡ്? വൈ ഈസ് ബ്ലഡ് നീഡഡ് ബൈ ഓൾ പാർട്സ് ഓഫ് ദി ബോഡി? എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബ്ലഡ് ആവശ്യം വരുന്നത്? എന്തുകൊണ്ടാണ്? എന്നാലേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യത്തിന് ഓക്സിജനും ന്യൂട്രിയൻസും എത്തും. വാട്ട് മേക്സ് ദ ബ്ലഡ് ലുക്ക് റെഡ്? എന്തുകൊണ്ടാണ് ബ്ലഡ് റെഡ് കളറിൽ കാണുന്നത്?
ഡിസ്ക്രൈബ് ദ ഫങ്ഷൻ ഓഫ് ഹാർട്ട്. വൈ ഈസ് ഇറ്റ് നെസസറി ടു എക്സ്ക്രീറ്റ് വേസ്റ്റ് പ്രൊഡക്റ്റ്? എന്തുകൊണ്ടാണ് വേസ്റ്റ് പ്രൊഡക്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി നിർബന്ധമായിട്ട് വരുന്നത്? ഡ്രോ ദ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് ലേബൽ ദി വേരിയസ് പാർട്സ്. അത് വേണമെന്നില്ല, 13ാമത്തെ നിങ്ങൾ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ രണ്ടാമത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ സെക്കൻഡ് വൺ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റായിട്ട് ചെയ്യണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ രണ്ടാമത്തത് ഹീമോഗ്ലോബിൻ ഇസ് പ്രസൻറ്റ് ഇൻ ഡാഷ് സെൽസ് എന്നുള്ളത് ഈ വീഡിയോയുടെ കമൻ്റായിട്ട് ചെയ്യണം. അതോടൊപ്പം ഈ വീഡിയോയിൽ ഇതിൽ പറഞ്ഞ എക്സസൈസ് മുഴുവൻ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് വെക്കുക വേണം. ഓക്കെ, ഞാൻ അയക്കാൻ പറയുന്ന സമയത്ത് അയച്ചാൽ മതി, നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക.